ഹായ് ഗൈസ്, ഈ വീഡിയോയിൽ +1 ഇംപ്രൂവ്മെന്റിൽ 60 മാർക്ക് ടാർഗറ്റ് ചെയ്യുന്ന കുട്ടികൾ 14 ചാപ്റ്ററിലായിട്ട് കവർ ചെയ്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്സ് ഇത് ഏതൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്റർ നമ്പർ 1 കിടക്കാം. ചാപ്റ്റർ നമ്പർ 1 നമ്മൾ ആദ്യം പഠിക്കാനുള്ളത് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, അതിൻ്റെ SI യൂണിറ്റ്സ് പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് സപ്ലിമെന്ററി യൂണിറ്റ്സ് 2 എണ്ണമാണ്, അത് കൃത്യമായിട്ട് തന്നെ പഠിക്കുക, അതിൻ്റെ പേരുകൾ മാറിപ്പോവാതെ നോക്കുക. ആൻഡ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ തന്നെ പഠിക്കുക. ആൻഡ് അതിനുശേഷം അതിൻ്റെ അപ്ലിക്കേഷൻസ് ആയിട്ടുള്ള കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ ചെക്ക് ചെയ്യാനും, അതുപോലെ അൺനോൺ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനും, അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ PYQs വെച്ച് തന്നെ പഠിക്കുക. നമ്മൾ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇനിയും ഡിസ്കസ് ചെയ്യും, കൃത്യമായിട്ട് തന്നെ പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അവസാന ചാപ്റ്ററിന്റെ അവസാന ടോപ്പിക്സിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കൃത്യമായിട്ട് പ്രോബ്ലം ചെയ്ത് പഠിക്കുക, തെറ്റിക്കരുത്, ഈസി ടോപ്പിക് ആണ്. ഒരു ബോണസ് ടോപ്പിക് എന്ന പോലെ ഞാൻ പറയുന്നു, സ്പെഷ്യൽ യൂണിറ്റ് ഓഫ് ലെങ്ത്തുകളുണ്ട്, ആങ്സ്ട്രം, ഫെർമി, നാനോമീറ്റർ ഒക്കെ പോലെയുള്ള അല്ലേ, അതുകൂടി ഒന്ന് പഠിക്കാം. ഇനി നമുക്ക് നേരെ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോവുകയാണെങ്കിൽ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ ആദ്യം നിങ്ങൾ പഠിച്ചെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് തമ്മിലുള്ള ആ ഡിഫറൻസ്, ആൻഡ് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ആ ഡിഫറൻസ്, അവരുടെ ആ റേഷ്യോന്റെ ടൈപ്പ് പ്രോബ്ലംസ് പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക. അടുത്ത യൂണിഫോം മോഷനും യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കണം. രണ്ട് നമ്മൾ ഡിഫറൻസ് പഠിക്കണം, ആ കൺസെപ്റ്റ് ഉറപ്പിക്കണം. കാരണം എന്നാൽ മാത്രമേ XT ഗ്രാഫും VT ഗ്രാഫും AT ഗ്രാഫും കൃത്യമായി നിങ്ങൾക്ക് അത് പ്രകാരം വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം XT ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് പഠിക്കാനുണ്ട്, വെലോസിറ്റി ആണ്, പിന്നെ അതിന്റെ ന്യൂമറിക്കൽസ് ഉണ്ട്, ചിലപ്പോൾ ചിത്രം തന്ന് സ്ലോപ്പ് കാണാനും പ്രോബ്ലം ചെയ്യാനൊക്കെ പറയും. അതേപോലെ VT ഗ്രാഫിന്റെ കേസിൽ സ്ലോപ്പ് തരും, സ്ലോപ്പ് നമുക്ക് കാണാൻ പറയും. അതേപോലെ ഏരിയ അണ്ടർ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന്. ആൻഡ് അതിന്റെ പല ന്യൂമറിക്കൽസ്, പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് VT ഗ്രാഫിന്റെ ന്യൂമറിക്കൽസ് ചെയ്തെന്ന് നിങ്ങൾ ഉറപ്പ് വരുത് കേട്ടോ. അടുത്തതാണ് AT ഗ്രാഫ്. AT ഗ്രാഫ് പലപ്പോഴും ഇംപ്രൂവ്മെന്റ് എക്സാമിനാണ് വരാറ്. AT ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആൻഡ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, അതൊരു VT ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിന്റെ ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക. A+ ഫുൾ മാർക്കാണ് ടാർഗറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ ഇത് പഠിക്കണം കേട്ടോ. അടുത്തത് ഇക്വേഷൻ ഓഫ് മോഷൻ, എല്ലാവരും ഓൾറെഡി പഠിച്ചിട്ടുണ്ട് തോന്നുന്നു. അതിന്റെ ഡെറിവേഷൻ, ഗ്രാഫിൽ നിന്ന് ഡെറിവേഷൻ പഠിക്കുക. ലാസ്റ്റ് ഫ്രീ ഫോൾ കൃത്യമായിട്ട് പഠിക്കുക. ഫ്രീ ഫോളും ഒബ്ജക്ട് ത്രോൺ അപ്പിന്റെ ഗ്രാഫുകൾ, അല്ലെ അതിന്റെ ചെറിയൊരു ന്യൂമറിക്കൽസ്, അതുപോലെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ വളരെ നന്നാവും കേട്ടോ. അടുത്ത നമുക്ക് എന്താണ്, തേർഡ് ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ, തേർഡ് ചാപ്റ്റർ നമുക്ക് ആദ്യം തന്നെ വെക്ടേഴ്സ്, അതിന്റെ ടൈപ്സ്, നൾ വെക്ടർ, സീറോ വെക്ടർ, പാരലൽ വെക്ടേഴ്സ് അങ്ങനെ ഒരുപാടുണ്ടല്ലേ, ആ ടൈപ്സ് പഠിച്ച് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അടുത്തതാണ് അതിന്റെ അഡിഷൻ, ട്രയാങ്കുലർ ലോയും പാരലോഗ്രാം ലോയും. പ്രത്യേകിച്ച് പാരലോഗ്രാമിന്റെ ആ ഒരു ഡെറിവേഷൻ ഉണ്ട്, റിസൾട്ടന്റ് കാണുന്ന ആ ഡെറിവേഷൻ കൃത്യമായിട്ട് പഠിക്കുക. ഇനി അതിന്റെ ചില ഡിഫറെന്റ് കേസസിന്റെ ചില എക്സാമ്പിൾസ് ഒക്കെ ഓർത്ത് വെക്കുക, പലപ്പോഴും ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തതാണ് പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷൻ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രൊജക്ടൈൽ മോഷനിൽ കൃത്യമായിട്ട് ആ പാത്ത്, ആ വേരിയേഷൻ വിത്ത് ടൈം എന്നുള്ള ആ സംഭവമൊക്കെ കൃത്യമായിട്ട് എക്സ്കോസ് തീറ്റ അല്ലെ യൂകോസ് തീറ്റ, യൂസൈൻ തീറ്റ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ എന്തുണ്ട്, ടൈം ഓഫ് ഫ്ലൈറ്റ്, റേഞ്ച്, ഹൈറ്റ്, അതിൽ ഏതെങ്കിലും ഒന്നിന്റെ ഡെറിവേഷൻ ഷുവർ ആണ്. ഡെറിവേഷൻ ചോദിക്കും, അതിന്റെ കൂടെ ഒരു ന്യൂമറിക്കലും ചോദിക്കും കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ആ ചാപ്റ്ററിന്റെ അടുത്ത ടോപ്പിക്കാണ് യൂണിഫോം സർക്കുലർ മോഷൻ എന്നുള്ള ആ ടോപ്പിക് അല്ലേ. അതിൽ എന്താണ് യൂണിഫോം സർക്കുലർ മോഷൻ, ഒരു യൂണിഫോം സർക്കുലർ മോഷനിൽ എന്തൊക്കെയാണ് കോൺസ്റ്റന്റ്, എന്തൊക്കെയാണ് മാറുന്നതെന്ന് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ആ ഒരു കേസസ് ഒക്കെ ഡിഫറെന്റ് ഒരുപാട് കേസസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് എന്ത്, ലീനിയർ സ്പീഡും ആംഗുലാർ സ്പീഡും നമ്മുടെ റിലേഷൻഷിപ്പ് V=RΩ ഒക്കെ പ്രൂവ് ചെയ്യുന്ന ആ ഒരു ഡെറിവേഷൻ പലപ്പോഴും വന്നിട്ടുണ്ട്, നിങ്ങളെ കഴിഞ്ഞ എക്സാംസിനൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെയാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഡിറൈവ് ചെയ്യാൻ പഠിച്ചിരിക്കണം കേട്ടോ. ആ ഫിഗർ ഒക്കെ വെച്ച് ഡിറൈവ് ചെയ്യാൻ പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്രയും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ ഈ ചാപ്റ്ററിൽ. അടുത്ത ടോപ്പിക്ക് ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്ററിലോട്ട് പോവുകയാണെങ്കിൽ ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ ഒക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇനേഷ്യന്റെ എക്സാമ്പിൾസ്, ആ ബസ് ബ്രേക്ക് ഇടുമ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുന്നത് അല്ല, അങ്ങനത്തെ ഒരുപാട് എക്സാമ്പിൾസ് ഇല്ലേ, അതൊക്കെ ഇനീഷ്യൽ ആ എക്സാമ്പിൾസ് ഒക്കെ ഉറപ്പ് വരുത്തുക. അതേപോലെ ഫോഴ്സിന്റെ ആ ഒരു F=dP/dt അല്ലെങ്കിൽ F=ma ഡെറിവേഷൻ, മറ്റ് കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക കേട്ടോ. സെക്കൻഡ് ലോ എന്നാണ് അത് വരുന്നത്, അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാലോ, ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലേ. പക്ഷെ നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതേപോലെ തേർഡ് ലോന്റെ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ കൃത്യമായിട്ട് പഠിക്കുക. ആക്ഷൻ ഏത്, റിയാക്ഷൻ ഏത് അല്ലേ. നമുക്ക് നടക്കാൻ പറ്റുന്നതൊക്കെ ആക്ഷൻ റിയാക്ഷൻ പെയറൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ബോട്ടിൽ ചാടുന്ന സമയത്ത് ബോട്ട് പിറകോട്ട് പോകുന്നത് നമ്മൾ മുമ്പോട്ട് പോകുന്ന ആക്ഷൻ റിയാക്ഷൻ പെയർ വെച്ച് എഴുതാൻ പറ്റണം. അങ്ങനെ എല്ലാം പഠിച്ച് നിങ്ങൾ ഉറപ്പ് വരുത്തുക കേട്ടോ. അടുത്തതാണ് ലീനിയർ മൊമെന്റ്. നിർബന്ധമായിട്ട് തന്നെ ഡെഫിനീഷൻ പഠിക്കണം, ആൻഡ് ഇമ്പൾസിന്റെ ഡെഫിനീഷൻ പഠിക്കണം. അപ്പോൾ അതിന്റെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ആ എക്സാമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാസ് കൂടിയ ഒബ്ജക്റ്റുകൾ സെയിം വെലോസിറ്റിയിൽ പോകുന്നു അല്ല, അങ്ങനത്തെ പല പല പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട് അല്ലേ. ഒരു ബസ്സും കാറും ഒരുമിച്ച് പോകുന്നു സെയിം വെലോസിറ്റിയിൽ,
വെലോസിറ്റിയിൽ ആർക്കാ മൊമെന്റം കൂടുതൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചിലപ്പോൾ സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരും. ഇമ്പൾസിന്റെ കേസിൽ ആ ഒരു ഇമ്പൾസീവ് ഫോഴ്സിന്റെ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വെക്കുക. അത് നമ്മൾ ആ ഒരു ഹാമർ എടുത്ത് ഹിറ്റ് ചെയ്യുന്ന എക്സാമ്പിൾസ് ഒക്കെ ഇല്ലേ, ഇമ്പൾസീവ് ഫോഴ്സിന്റെ ആൻഡ് ഇമ്പൾസിന്റെ യൂണിറ്റ് ഒക്കെ പഠിച്ചു കേട്ടോ. പല വർഷങ്ങൾ വന്നിട്ടുണ്ട്. അടുത്ത ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒന്നാണ് ഫ്രിക്ഷന്. ഫ്രിക്ഷന്റെ കേസിൽ ആ ടൈപ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും അതുമായി ബന്ധപ്പെട്ട ലോസ്, ആ ഫ്രിക്ഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും കൃത്യമായിട്ട് പഠിക്കുക. എന്തുകൊണ്ടാണ് നമുക്ക് ഇയാൾ ആവശ്യം എന്നുള്ള കൃത്യമായിട്ട് നെസസറി ഈവിൾ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കണേ. അടുത്തതാണ് ഫ്രിക്ഷന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, പല കേസസ് ഉണ്ട്. അതിലൊന്നാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ആംഗിൾ ഓഫ് റീപ്പോസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ, ഓർമ്മ ഉണ്ടോ? ഇങ്ങനെ വെച്ച് ആംഗിൾ ഓഫ് റീപ്പോസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ കാരണം ഡെറിവേഷൻ ഉണ്ട് അല്ലേ, അല്ല അതുമായി ബന്ധപ്പെട്ട ഇക്വേഷന്റെ ഡെറിവേഷൻ വരാറുണ്ട്, പല വർഷങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഏതാണ് മോഷൻ ഓഫ് എ വെഹിക്കിൾ ഇൻ സർക്കുലർ ലെവൽ റോഡിൽ പെർമിസിബിൾ സ്പീഡ് എത്രയാണ്. പിന്നെ അതേപോലെ ആ ഇത് ബാങ്ക്ഡ് റോഡ് ആകുമ്പോൾ അല്ലെങ്കിൽ കേർവ്ഡ് റോഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് അല്ലേ, അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ചോദിക്കും. ഫോർ എക്സാമ്പിൾ എന്തുകൊണ്ട് ബാങ്കിങ് ഓഫ് റോഡ്, വൈ ബാങ്കിങ് ഓഫ് റോഡ് എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നെ എന്താ ഒപ്റ്റിമം സ്പീഡ്, പെർമിസിബിൾ സ്പീഡ് തമ്മിലുള്ള ഡിഫറൻസ്, അതിന്റെ ഇക്വേഷന്റെ ഡെറിവേഷൻസ്, കുഞ്ഞു ന്യൂമറിക്കൽസ് ഒക്കെ വരും കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. ലോസ് ഓഫ് മോഷൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് നമുക്ക് വർക്ക് എനർജി പവറിലോട്ട് പോകുമ്പോൾ വർക്ക് എന്താന്ന് പഠിക്കുക. ചില ആൾക്കാർക്ക് വർക്ക് ഇപ്പോഴും ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആ, വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ്, ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെ, ആ കൃത്യമായ ഡെഫിനേഷൻ ഒക്കെ പഠിക്കുക. ആൻഡ് ടൈപ്സ് ഓഫ് വർക്ക്, പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്, അതിന്റെ എക്സാമ്പിൾസ്. ഓർമ്മയില്ലേ ഒരു ജോലിക്കാരൻ തലയിൽ ഒബ്ജക്റ്റ് വെച്ച് നടന്നു പോകുന്നു, വർക്ക് സീറോ ആവുന്ന കേസൊക്കെ, അങ്ങനത്തെ എക്സാമ്പിൾസ് വരും അല്ലേ. അല്ലെ വെള്ളം കൂരുന്ന സമയത്ത് വർക്ക് ഡൺ എത്ര പോസിറ്റീവ് നെഗറ്റീവ്, ഒബ്ജക്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ വർക്ക് ഡൺ പോസിറ്റീവ് നെഗറ്റീവ്, അങ്ങനത്തെ എക്സാമ്പിൾസ് ഒരുപാട് വരും. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. നമുക്ക് ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്യാണ്ട്. ആൻഡ് വർക്ക് എനർജി തിയറം സ്റ്റേറ്റ് ചെയ്യാനും പ്രൂവ് ചെയ്യാനും പഠിക്കുക. അടുത്തതാണ് മൊമെന്റം കൈനറ്റിക് എനർജിന്റെ പ്രോബ്ലംസ്. അതായത് സെയിം മൊമെന്റ് ഉള്ള രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്, ആർക്കാ കൈനറ്റിക് എനർജി കൂടുതൽ, അല്ലെ സെയിം കൈനറ്റിക് എനർജി ഉള്ള ഒരു ഹെവി ബോഡി ലൈറ്റർ ബോഡി ഉണ്ട്, ആർക്കാണ് മൊമെന്റം, അങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അപ്പോൾ ആ പ്രോബ്ലംസ് ന്യൂമറിക്കൽസ് വരും, കൺസെപ്ഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അടുത്തതാണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി, ചാപ്റ്റർ വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അതായത് ആ ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി ഓർമ്മ ഉണ്ടോ, ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ വരച്ച ഓർമ്മ ഉണ്ടോ, എ ബി സി എന്ന് പറഞ്ഞ 3 ഹൈറ്റിൽ, ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ സി എന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഓർമ്മ ഉണ്ട് അല്ലേ. അപ്പൊ അതിന്റെ കേസിൽ ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്, മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണ്. എത്ര ടോട്ടൽ എനർജി ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് വേഗം കമന്റ് ചെയ്ത് ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. അതിന്റെ പ്രൂഫ് പഠിക്കുക, അതിന്റെ ഗ്രാഫിക്കൽ വേരിയേഷൻ പഠിക്കുക. അതുപോലെ തന്നെയാണ് സ്പ്രിങ്ങിന്റെ അല്ലേ, ഒരു സ്പ്രിങ്ങിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിലെ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ്, അതുമായി ബന്ധപ്പെട്ട കൺസർവേഷൻ മെക്കാനിക്കൽ എനർജി, അതിന്റെയും ഗ്രാഫിക്കൽ വേരിയേഷൻ പഠിക്കാനുണ്ട്, കൃത്യമായിട്ട് പഠിക്കുക. അതേപോലെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്നും അതിന്റെ എക്സാമ്പിൾസ് കേട്ടോ. ആ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്, വെരി ഇമ്പോർട്ടന്റ് ആണ്. വർക്ക് ഡൺ ഇൻ എ സൈക്ലിക് പാത്ത് സീറോ എന്നുള്ള സംഭവം കേട്ടോ. പിന്നെ അടുത്താണ് പവറിന്റെ യൂണിറ്റ്സ് പഠിച്ചോ, പ്രത്യേകിച്ച് HP. വീഡിയോ പോസ്റ്റ് ചെയ്ത് വേഗം പറഞ്ഞ 1 HP is equal to dash watts, വേഗം പറ 1 HP is equal to dash watts, കമന്റ് ചെയ്യണേ. അതുപോലെ ചെറിയ കുഞ്ഞു പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫോഴ്സും വെലോസിറ്റിയും കണക്ട് ചെയ്യുന്ന P is equal to F.V എന്നുള്ളതിന്റെ ഡെറിവേഷൻ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും A+ ലെവൽ ക്വസ്റ്റ്യൻ ആണ് വരിക, A+ ഡിസൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെ ഫുൾ മാർക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ്. അടുത്താണ് കൊളീഷൻ. ചോദ്യങ്ങൾ റീസെന്റ് ആയിട്ട് കാണൽ കുറവാണെങ്കിൽ പോലും നിങ്ങൾ പഠിക്കാതെ സ്കിപ്പ് ചെയ്യരുത്. പ്രത്യേകിച്ച് ആ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇന്റെ ഡെറിവേഷൻ ഒക്കെ പഠിക്കാം കേട്ടോ. അതെന്താണെന്നൊക്കെ ചില ആൾക്കാർ നോക്കുന്നുണ്ടാവും, അത് പഠിച്ചെന്ന് ഉറപ്പുവരുത്താം. ഫുൾ മാർക്ക് നമ്മൾ മിസ് ഔട്ട് ചെയ്യരുത്, ഫുൾ മാർക്ക് വാങ്ങണം. അപ്പോൾ അടുത്ത നമുക്ക് പഠിക്കാനുള്ള സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അതിൽ ആദ്യം തന്നെ ചെറിയ ഒരുപാട് ഡിലീറ്റ് ഉള്ളതുകൊണ്ട് സെന്റർ ഓഫ് മാസ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കുക. ആൻഡ് ടോർക്കിന്റെ ഇക്വേഷൻ ടോർക്ക് എന്താണെന്നും അതിന്റെ ഇക്വേഷന് യൂണിറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് പഠിക്കുക. ആൻഡ് ടോർക്ക് മാക്സിമം മിനിമം ആവുന്ന കേസസ് പ്രത്യേകം പഠിക്കുക. അത് 1 മാർക്ക് 2 മാർക്കും ചോദിക്കാറുണ്ട്. അതിന്റെ ചെറിയ കുഞ്ഞു ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പിന്നെ അടുത്ത എന്താ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം നിങ്ങൾ ലോസ് ഓഫ് മോഷനിലും ഉണ്ട്. അതേപോലെ അവിടെ ഫോഴ്സ് ലീനിയർ മൊമെന്റ് ആയിരുന്നു, ഇവിടെ ടോർക്കും ആംഗുലർ മൊമെന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെ. അതേപോലെ അവിടെ ലീനിയർ മൊമെന്റത്തിന്റെ കൺസർവേഷൻ ലോ ഉണ്ടായിരുന്നു, ഇവിടെ ആംഗുലർ മൊമെന്റത്തിന്റെ കൺസർവേഷൻ ലോ ഉണ്ട്, അതിന്റെ പ്രൂഫ് ഉണ്ട്, അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ. ആ ഡാൻസ് ചെയ്യുമ്പോൾ കൈ നീട്ടുന്നു, കൈ അടുപ്പിക്കുന്നു, അതൊക്കെ ചോദിക്കാറുണ്ട്. റെഡി. അടുത്ത കപ്പിൾ, ഏത് കപ്പിളാ? മെക്കാനിക്കൽ കപ്പിളുടെ അതെന്താണെന്നും അതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് എന്താണെന്നൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ചോദിക്കാറുണ്ട്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡെഫിനീഷൻ തന്നെ പഠിക്കണം, ഡെഫിനീഷൻ പഠിക്കണം, അതിന്റെ ഫാക്ടേഴ്സും ഓരോ ഡിഫറെന്റ് ബോഡീസിനെ ജസ്റ്റ് ആ വാല്യൂസ് ജസ്റ്റ് കാണാൻ പഠിച്ചാൽ നമുക്ക് പ്രോബ്ലംസ് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് കാണാൻ പഠിച്ചാൽ മതി കേട്ടോ.
ഓക്കെ അല്ലേ? അടുത്ത റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്ന് അതിന്റെ യൂണിറ്റ് എന്താണെന്നൊക്കെ കൃത്യമായി പഠിച്ചേക്കുക. ചെറിയ കുഞ്ഞു പ്രോബ്ലം ഒക്കെ നിങ്ങൾക്ക് മേ ബി എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ഇക്വേഷൻ ഓഫ് റൊട്ടേഷണൽ മോഷൻ വിത്ത് ന്യൂമറിക്കൽ പ്രോബ്ലം. ചില വർഷങ്ങളിൽ ഇതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ലോസ് ഓഫ് മോഷനിൽ അല്ലെങ്കിൽ ഇക്വേഷൻ അതിൽ നമുക്ക് എന്ത് വരില്ല, ന്യൂട്ടന്റെ ആ ഒരു സംഭവം വെച്ചിട്ട് മോഷൻ സ്ട്രേറ്റ് ലൈനിലെ ഇക്വേഷൻസ് ഇല്ലേ, അത് നേരെ നമ്മൾ റൊട്ടേഷന്റെ കേസിൽ കൊണ്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട് അല്ലേ, റൊട്ടേഷന്റെ അനലോഗ് എടുത്തിട്ട് പ്രോബ്ലം ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അതും വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രാവിറ്റേഷൻ ആണ്. ഗ്രാവിറ്റേഷന്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്, അറിയാലോ. അടുത്തതാ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അത് അതിന്റെ ഫ്രീ ഫോളിന്റെ എക്സാമ്പിൾസ് ഒക്കെ അല്ലെ, ഒരുപാട് സംഭവം. ഒരു ഒബ്ജക്ട് ഡ്രോപ്പ് ചെയ്താൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആണെന്നൊക്കെ അറിയാം. പിന്നെ അതിന്റെ വേരിയേഷൻ ഷേപ്പ്, എർത്തിന്റെ ഷേപ്പ് കാരണമുണ്ട്, ഹൈറ്റ് കാരണമുണ്ട്, ഡെപ്ത് കാരണമുണ്ട്. അതിന്റെ ഡെറിവേഷൻ പഠിക്കാതെ പോകരുത്. ഏതെങ്കിലും ഒന്ന് ഷുവർ ആണ്, ഒന്നെങ്കിൽ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് ഡെറിവേഷൻ ഷുവർ ആണ്. അതിന് ന്യൂമറിക്കൽ പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യുക. അടുത്തതാ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ എസ്കേപ്പ് വെലോസിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചാപ്റ്ററിലെ കൺസെപ്റ്റ് ആണ് എസ്കേപ്പ് വെലോസിറ്റി. അത് കഴിഞ്ഞാൽ സാറ്റലൈറ്റിലെ 3 ഡെറിവേഷൻസ് ഉണ്ട്. ഒന്ന് ഓർബിറ്റൽ വെലോസിറ്റി ആണ്, ഒന്ന് ടൈം പീരീഡ് ആണ്, ഒന്ന് എനർജിയാണ് കേട്ടോ. ആ 3 ഡെറിവേഷനും എഴുതി തന്നെ പഠിക്കുക, ഏതെങ്കിലും ഒന്ന് ഷുവർ ആയിട്ട് വരും. ആൻഡ് എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടി ഓർത്ത് വെക്കുക കേട്ടോ. വീഡിയോ ഓർമ്മയുള്ളവരൊന്ന് വീഡിയോ പോസ് ചെയ്ത് വേഗം കമന്റ് ചെയ്ത് ഇവരുമുള്ള ബന്ധം എന്താണെന്ന് എസ്കേപ്പ് വെലോസിറ്റി ഓർബിറ്റൽ വെലോസിറ്റി റിലേഷൻഷിപ്പ് കമന്റ് ചെയ്ത് ആൻഡ് കെപ്ലർസ് ലോ സ്റ്റേറ്റ് ചെയ്യാനും കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത ഏതാണ് നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി സോളിഡ്സ്. ചെറിയ കുഞ്ഞു പാടാണ്. അപ്പോൾ ആ എലാസ്റ്റിസിറ്റി എന്താണെന്നും പ്ലാസ്റ്റിസിറ്റി എന്താണെന്നും വേഗം പെട്ടെന്ന് പഠിക്കുക. സിമ്പിൾ, ആ ഡെഫിനീഷൻ പഠിക്കുക, എക്സാമ്പിൾസ് പ്രത്യേകം പഠിക്കണം കേട്ടോ. ആൻഡ് സ്ട്രെസ്സും സ്ട്രെയിൻ്റെയും ഡെഫിനീഷൻ പഠിക്കണം, യൂണിറ്റ്സ് പഠിക്കണം, ടൈപ്സ് 3 ടൈപ്പ് സ്ട്രെസ് ഉണ്ട്, 3 തരം സ്ട്രെയിൻ ഉണ്ട്. ഹൂക്സ് ലോ ഓഫ് എലാസ്റ്റിസിറ്റി, സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ. ഗ്രാഫൊക്കെ ഓർമ്മ ഉണ്ടോ? ആ ഗ്രാഫ് അല്ലേ, റെഡി. പിന്നെ എന്താണ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണെന്നുള്ള സംഭവം. അതിന്റെ ഡെഫിനീഷന്, യൂണിറ്റ്, ടൈപ്സ് ഒക്കെ 3 ടൈപ്പ് ഉണ്ട്. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്. യെസ്, ആ ടൈപ്സ് പഠിച്ചേ പറ്റും. ഇക്വേഷൻസ് പഠിക്കണം കേട്ടോ. ലാസ്റ്റ് സ്ട്രെസ്സും സ്ട്രെയിൻ കർവും ഓഫ് എ ടെൻസൈൽ മെറ്റീരിയൽ. ഒരു ഗ്രാഫ് ഓർമ്മ ഉണ്ടോ? ഇങ്ങനെ പോയി ലാസ്റ്റ് ഫ്രാക്ചർ പോയിന്റ് പൊട്ടിപ്പോകുന്ന ആ ഒരു ഗ്രാഫിലെ പോയിന്റ്സ് ഒക്കെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾ പഠിച്ചെന്ന് ഉറപ്പ് വരുത്തേണ്ട അത്രയും ഷുവർ ആയിട്ടുള്ള സാധനം. അപ്പോൾ ഇത്രയും നേരമുള്ള ഒരു വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒരു കമന്റ് ഒക്കെ ചെയ്യണം, അടിപൊളിയായിട്ടുണ്ടെങ്കിൽ. അടുത്തതാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. ഫ്ലൂയിഡ്സിന്റെ കേസിൽ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ് അറിയണം. കാരണം പ്രഷറിന്റെ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസും അല്ലെങ്കിൽ ഗോജ എന്താണെന്നും അബ്സല്യൂട്ടും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള ആ സംഭവത്തിലൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കൺസെപ്റ്റ് ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ പാസ്കൽസ് ലോ പ്രോപ്പറായിട്ട് നിങ്ങൾ അതിന്റെ അപ്ലിക്കേഷനായ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആവുള്ളൂ. കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണ് പാസ്കൽസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ അതിന്റെ ഇക്വേഷനൊക്കെ ഡെറൈവ് ചെയ്യാൻ പഠിക്കുക കേട്ടോ. അടുത്തതാ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയാം. ആൻഡ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. എടാ മക്കളെ, സ്റ്റേറ്റ് ചെയ്യാനും അതിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റും ഡെറിവേഷനൊക്കെ കൃത്യമായിട്ട് ചിത്രം വരച്ച് ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. അടുത്തേതാ അറിയോ? ബെർണോളിസ് പ്രിൻസിപ്പിൾ. യെസ്, ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ആ ഒരു അപ്ലിക്കേഷൻ ഏതാ? സ്പീഡ് ഓഫ് റിഫ്ലക്സ് അല്ലെങ്കിൽ ടോറിസെല്ലീസ് ലോ എന്ന് തിരിച്ചും ചോദിക്കും കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് എഴുതാൻ നിങ്ങൾക്ക് പറ്റണം. ആൻഡ് ടെർമിനൽ വെലോസിറ്റിയും ആൻഡ് സ്റ്റോക്സ് ലോ ഓർ സ്റ്റോക്സ് ഇക്വേഷൻ. ആ ഇക്വേഷൻ എഴുതാൻ പഠിച്ചാൽ മതി. പക്ഷേ ടെർമിനൽ വെലോസിറ്റിയുടെ ഡെറിവേഷൻ വരാം, ഇയാളുടെ ആ ഇക്വേഷൻ നേരെ എഴുതിയാൽ മതി. അടുത്താണ് സർഫസ് ടെൻഷൻ എന്താണെന്നും അത് സർഫസ് എനർജി എന്താണെന്നും അതെന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ഒരു ബബിളിന്റെ കേസിലുള്ള എക്സസ് പ്രഷർ എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. ആ മെനിസ്കസ് കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്, അത് എഴുതാൻ പറ്റാം. കുറേ എക്സാമ്പിൾ ചോദിക്കും. പിന്നെ കഴിഞ്ഞ വർഷം നിങ്ങളെ വെള്ളം കുടിപ്പിച്ച ആംഗിൾ ഓഫ് കോണ്ടാക്ട്, കാപ്പിലറി റൈസിന്റെ ഡെറിവേഷൻ ഒക്കെ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒക്കെ നല്ല രീതിക്ക് പഠിച്ചോട്ടോ. അയ്യോ, ചാപ്റ്റർ മാറിയോ? ഓക്കെ, ചാപ്റ്റർ എൻ്റെ കൈ തട്ടി മാറിപ്പോയി അല്ലേ, റെഡി. അപ്പോൾ അത്രയേ ഉള്ളൂ ആ ചാപ്റ്ററിൽ. അടുത്ത തെർമൽ പ്രോപ്പർട്ടീസ് ആണ്. തെർമൽ പ്രോപ്പർട്ടി സംബന്ധിച്ചോളം വളരെ കൺഫ്യൂസിങ് ചാപ്റ്ററാണ് പല കുട്ടികൾക്കും. ആദ്യം നിങ്ങൾ ആ ഒരു ടെമ്പറേച്ചറിന്റെ യൂണിറ്റ്സിന്റെ കൺവേർഷൻ പഠിക്കാം കേട്ടോ. ടെമ്പറേച്ചർ യൂണിറ്റ്സ്, ഡിഗ്രി, ഫാരൻഹൈറ്റ്, കെൽവിൻ തമ്മിലുള്ള കൺവേർഷന്റെ പ്രോബ്ലം ഷുവറാണ് പഠിക്കുക. അടുത്ത് തെർമൽ എക്സ്പാൻഷന്റെ കോഎഫിഷ്യന്റ്, ലീനിയർ, സർഫസ്, വോളിയം, ആ കോഎഫിഷ്യന്റ് ഇല്ലേ, ആ കോഎഫിഷ്യന്റ് എന്തൊക്കെയാണ്, അതിന്റെ ഡെഫിനീഷൻ, ടൈപ്സ്, അവർ തമ്മിലുള്ള ആൽഫ, ബീറ്റ, ഗാമ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുക. അത് ചിലപ്പോൾ പ്രൂവ് ചെയ്യാനൊക്കെ ചില വർഷങ്ങൾ വന്നിട്ടുണ്ട്. അടുത്ത എന്താണ്? അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. യെസ്, ഒരു സ്പെഷ്യൽ കേസാണ് അല്ലേ. അതിൻ്റെ ഒരു ഗ്രാഫൊക്കെ ഉണ്ട്, ഇങ്ങനെ വന്ന് പോകുന്ന ഗ്രാഫ് ഉണ്ട്. പിന്നെ അതിലെന്തുണ്ട്, ലേക്ക് ടോപ്പ് ഫ്രീസ് ചെയ്യുന്ന ആ എക്സാമ്പിളൊക്കെ പ്രത്യേകിച്ച് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഹീറ്റ് കപ്പാസിറ്റി എന്താണ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്നുള്ള ആ ഡെഫിനീഷൻ, അതിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ യൂണിറ്റ്സ് ഓർത്ത് വെക്കുക. പിന്നെന്താണ് ഫേസ് ചേഞ്ച്, ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസ്, ലിക്വിഡ് ഗ്യാസ് ആവുന്ന ആ ഒരു അതിനെന്താ പേര് പറയാം, അങ്ങനെ സബ്ലിമേഷൻ എന്നുള്ള പേരുകളൊക്കെ ഇല്ലേ, അതൊക്കെ എന്താണെന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ സബ്ലിമേഷൻ ഏത് ഫേസിന് ഏത് ഫേസിലേക്കാണ്, അതൊക്കെ പഠിക്കണം കേട്ടോ. പിന്നെ ഏതാണ്, യെസ്, സബ്ലിമേഷൻ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫേസ് ചേഞ്ചുമായി ബന്ധപ്പെട്ടാണ് ലാറ്റൻ ഹീറ്റ്, അതിൻ്റെ ഗ്രാഫുകളുണ്ട്. ആ ഒരു ഗ്രാഫൊക്കെ ഓർമ്മയുണ്ട്, ഇങ്ങനെ പോയി പോകുന്നത്.
അതൊക്കെ പഠിക്കണം, ചോദ്യം വരാറുണ്ടടാ. യെസ്. പിന്നെ ഏതാ കണ്ടക്ഷന്, കൺവെക്ഷന്, റേഡിയേഷൻ, അതിന്റെ പ്രാക്ടിക്കൽ. നിങ്ങൾ കഴിഞ്ഞ വർഷം പബ്ലിക് എക്സാമിന് വെള്ളം കുടിപ്പിച്ച ഇതിന്റെ പ്രാക്ടിക്കൽ കേസസിലെ കൈ ഇങ്ങനെ തീയുടെ മുകളിൽ വെക്കുമ്പോൾ അത് ഏത് ടൈപ്പാണ് എന്നുള്ള ചോദ്യങ്ങളില്ലേ? യെസ്, അത് ചോദ്യം വരാറില്ല. പിന്നെ സീ ബ്രീസും ലാൻഡ് ബ്രീസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം, എന്തുകൊണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഒന്ന് എഴുതി നോക്കാം കേട്ടോ. അതിന്റെ ഇക്വേഷൻ വെച്ച് പ്രോബ്ലംസ് ചില വർഷങ്ങളിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണ് സ്റ്റിഫാൻസ് ബോൾട്സ്മാനും വെയിൻസ് ലോ, അടുത്തൊന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ സ്കിപ്പ് ചെയ്ത് ഫുൾ മാർക്ക് ഉറപ്പിക്കുന്ന കുട്ടിയാണെങ്കിൽ കേട്ടോ. അപ്പോൾ അടുത്തത് തെർമോഡൈനാമിക്സ് ആണ്. ഈസി ചാപ്റ്റർ ആണ്. ആദ്യം തന്നെ ആ സീറോത്ത് ലോസും തെർമൽ ഇയാൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ എന്ത് പഠിക്കണം, തെർമൽ ഇക്വിലിബ്രിയം, സീറോത്ത് ലോ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അങ്ങോട്ട് പഠിക്കുക. പിന്നെന്താ ഫസ്റ്റ് ലോയും ആ മേയർസ് റിലേഷൻഷിപ്പ്, അത് കുറെ കുട്ടികളെ വെള്ളം കുടിപ്പിക്കാറുണ്ട്. ഇതെന്താ പേജ് ചാടി കളിക്കുന്ന മേയർസ് റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെന്താ അറിയോ, ആ തെർമോഡൈനാമിക് പ്രോസസ്സിലെ അഡയാബാറ്റിക്, ഐസോ തെർമൽ, ഐസോകോറിക്, ഐസോബാറിക്, അതെന്താന്ന് കൃത്യമായിട്ട് തന്നെ പഠിക്കണം. അത് നമ്മൾ ഡിഫറൻസ് അറിയണേ. ചിലപ്പോൾ പ്രോബ്ലത്തിൽ കൺഫ്യൂഷൻ വരും. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അല്ലേ, ഐസോ തെർമലിന് വേറെ ഉപയോഗിക്കുന്നതിന് പകരം സെയിം ടെമ്പറേച്ചർ എന്നൊക്കെ ഉപയോഗിച്ച്. അപ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലായില്ല, അപ്പോൾ ആ പ്രശ്നം വരും. അപ്പോൾ അതുമായിട്ട് ഫസ്റ്റ് ലോൻ്റെ ഇക്വേഷൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ വർക്ക് ഡണ്ണിൽ ഐസോ തെർമലും അഡയാബാറ്റിക്കും മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ ഐസോ തെർമൽ ചോദിക്കും, അല്ല അഡയാബാറ്റിക്. ഷുവറാണ്, ഒന്നെങ്കിൽ ഐസോ തെർമൽ ചോദിക്കും, അല്ല അഡയാബാറ്റിക് ചോദിക്കും. ഷുവറാണ് ഡെറിവേഷൻ പഠിച്ചത് കേട്ടോ. ലാസ്റ്റത്താണ് എന്ത്, നമ്മുടെ കെപ്ലർ ആയിപ്പോയി. നമ്മുടെ തെർമോഡൈനാമിക്സിലെ സെക്കൻഡ് ലോ പ്രോപ്പറായിട്ട് പഠിക്കുക. പിന്നെ എന്തുണ്ട്, ആ കെൽവിൻ പ്ലാങ്ക്സ് ആൻഡ് ക്ലോഷർ സ്റ്റേറ്റ്മെന്റ്, എഫിഷ്യൻസി 100% എന്ന് പറഞ്ഞ ആ സംഭവത്തിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചിലർക്ക് അയ്യോ ഇതൊക്കെ എന്താ എടാ അങ്ങനെയൊക്കെ ഉണ്ടോ. ഫുൾ മാർക്കിന് വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേ ബി പഠിച്ചേ പറ്റൂ. അല്ല, ഒരു മാർക്കെങ്കിലും ഒരു മാർക്ക് നമുക്ക് നേടിയെടുക്കണം, വന്നാൽ നമ്മൾ എഴുതിയിരിക്കണം കേട്ടോ. അടുത്തെന്താ കാർനോട്ട് എഞ്ചിൻ, അതെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ പി വി ഡയഗ്രാം ഓർമ്മയില്ലേ, പി വി ഡയഗ്രാം, ആ പി വി ഡയഗ്രാം വരയ്ക്കണം. പിന്നെ അതിന്റെ എഫിഷ്യൻസിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും. എഫിഷ്യൻസിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും അതിന്റെ ന്യൂമറിക്കൽസും വരാറുണ്ട് കേട്ടോ. റെഡി. അപ്പോൾ അടുത്തത് നമുക്ക് ഏതാണ്, നമ്മുടെ അടുത്ത ചാപ്റ്റർ കൈനറ്റിക് തിയറി ആണ്. കുഞ്ഞു ചാപ്റ്റർ ആണ്. അതിൽ ആദ്യം തന്നെ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി നിങ്ങൾ ഒരു 4-5 പോസ്റ്റ്ലേറ്റ്സ് എങ്കിലും പഠിച്ചു വെക്കുക. പിന്നെ മീൻ ഫ്രീ പാത്ത് എന്താണെന്നും അതിന്റെ ഇക്വേഷൻ ഡെറിവേഷനിലെ മീൻ ഫ്രീ പാത്ത് എന്താണെന്ന് പഠിച്ചാൽ മതി. അതേപോലെയാണ് പ്രഷർ ഓഫ് ഐഡിയൽ ഗ്യാസ്. അതിന്റെ ഡെറിവേഷൻ ഭയങ്കര ലെങ്തിയാണ്, ചോദിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതിന്റെ ഇക്വേഷൻ പഠിക്കണം, ഫൈനൽ ഇക്വേഷൻ പഠിക്കണം, അതിന്റെ ടേംസ് ഡിറൈവ് ചെയ്യാൻ അല്ലെങ്കിൽ ടേംസ് ഡിഫൈൻ ചെയ്യാൻ പഠിക്കണം. പിന്നെ കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ അല്ലെ, ടെമ്പറേച്ചർ എന്നുള്ള സംഭവം എന്താണെന്നുള്ളത് കൈനറ്റിക് തിയറി വെച്ചുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഇക്വേഷനൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. E=2 എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷനൊക്കെ ഒന്ന് എങ്ങനെയാണെന്ന് എഴുതി പഠിക്കുക കേട്ടോ. പിന്നെ എന്താ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ എനർജി സ്റ്റേറ്റ് ചെയ്യാനും ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണെന്നും ആ മോണോഅറ്റോമിക്, ഡയോഅറ്റോമിക്, ട്രൈഅറ്റോമിക്കിലൊക്കെ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ അതാണ് ഈ ചാപ്റ്റർ ഉള്ളത്. ഇനി ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആണ് ഓസിലേഷനും വേവും. ഓസിലേഷൻ്റെ കേസിൽ പീരിയോഡിക് മോഷനും ഓസിലേറ്ററി മോഷനും നമ്മൾ ഡിഫറൻസ് ചില എക്സാമ്പിൾസ് തന്നിട്ട് നിങ്ങളോട് അത് പീരിയോഡിക് ആണ് ഓസിലേറ്ററി ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പെട്ടുപോകരുത്. പിന്നെ ഏതാ ഓസിലേഷൻ എന്താന്നുള്ള ഡെഫിനേഷൻ ചില വർഷങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഫ്രീക്വൻസി, പീരീഡ്, ആംപ്ലിറ്റ്യൂഡ്, ഒരു ഓസിലേഷൻ്റെ ഈ സാധനങ്ങൾ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ബാക്കി പഠിക്കാൻ കഴിയില്ല. കാരണം സിമ്പിൾ ഹാർമോണിക് മോഷൻ SHM ആണ് അടുത്തുള്ളത്. SHM എന്ന് അതിൻ്റെ ടേംസ്, അതിൻ്റെ ഇക്വേഷൻ എഴുതണം. അതിൻ്റെ ടേംസ്, അതിൻ്റെ വെലോസിറ്റിൻ്റെ ഇക്വേഷൻസ്, ആക്സിലറേഷൻ, അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞിട്ട് ജഗ പല പരിപാടികളുണ്ട് അല്ലേ. അപ്പോൾ SHM നിർബന്ധമാണ് ഈ ചാപ്റ്ററിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് SHM കേട്ടോ. SHM എന്നാണ് ചോദ്യം വരാറ്. അടുത്തല്ലെങ്കിൽ നമുക്ക് അടുത്ത ഏതാണ്, സിമ്പിൾ പെൻഡുലും പിന്നെ ഓസിലേറ്റിംഗ് സ്പ്രിങ്ങും ആണ്. അതിൻ്റെ രണ്ടിൻ്റെ കേസിലും ടൈം പീരീഡും ഫ്രീക്വൻസി ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ ടൈം പീരീഡ് കണ്ടാൽ ഫ്രീക്വൻസി തിരിച്ചിട്ടാൽ മതി അല്ലേ. T=2π√L/g ഓർമ്മല്ലേ. യെസ്, ആ ഇക്വേഷൻ്റെ ഡെറിവേഷനൊക്കെ പല തവണ വന്നിട്ടുണ്ട്, പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അടുത്തത് എന്താ പറയുക, വേവ്സ് ആണ്. യെസ്, ലാസ്റ്റ് ചാപ്റ്റർ ആണ്. പല ടൈപ്പ് വേവ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മെക്കാനിക്കൽ വേവ്സിൻ്റെ ടൈപ്പ് ഒക്കെ പ്രത്യേകം പഠിക്കുക കേട്ടോ. പല എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി വേവ് ഇക്വേഷൻ, ഒരു ഇക്വേഷൻ എങ്ങനെ അല്ലേ, വേവിന് എങ്ങനെ ഒരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് സൈനസോയിഡ് അല്ലെങ്കിൽ ആ ഒരു റെപ്രസെൻറ്റേഷനിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ആ ഇക്വേഷൻ എഴുതി പഠിക്കുക. അതിൻ്റെ ചെറിയ ന്യൂമറിക്കൽസ് ഉണ്ടാവും. ആ ഒരു വേവ് ഇക്വേഷൻ തരും, ഫ്രീക്വൻസി എത്ര, ആംപ്ലിറ്റ്യൂഡ് എത്ര, ഫേസ് എത്ര എന്നുള്ള അങ്ങനത്തെ കുറേ സാധനങ്ങൾ വരാറുണ്ട്. പിന്നെ ഒരു വേവ് ഇൻ സ്ട്രെച്ചഡ് സ്പ്രിങ്ങിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ചെറിയ കുഞ്ഞു പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അതേപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ചാപ്റ്റർ ലാസ്റ്റ് ടോപ്പിക്കാണ് സ്റ്റാൻഡിങ് വേവ്. സ്റ്റാൻഡിങ് വേവ് എന്താണെന്ന് പഠിക്കണം, എന്താണ് സ്റ്റാൻഡിങ് വേവ് പഠിക്കണം എങ്കിൽ മാത്രം ബാക്കി പറയാൻ പറ്റൂ. പിന്നെ ആ ഹാർമോണിക്സ് ഉണ്ട്, ഏതൊക്കെ ഓപ്പൺ പൈപ്പിൻ്റെയും ക്ലോസ് പൈപ്പിൻ്റെയും ആ ഒരു ചിത്രം എന്നുള്ള ഹാർമോണിക്സ് ഇല്ലേ, ഹാർമോണിക്സ് അതുകൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചെന്ന് ഉറപ്പുവരുത്തുക. ഇത് പഠിച്ചിട്ട് മതി ബാക്കി എന്തും കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് പഠിച്ചെന്ന് ഉറപ്പുവരുത്തുക, എന്നിട്ട് മതി ബാക്കി എന്തും. റെഡി. അപ്പോൾ ഇത് നോട്ട് കമ്മ്യൂണിറ്റി, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വരെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കിൽ പിന്നെ ഇത് വെച്ചിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾ പഠനം ആദ്യം തുടങ്ങുക. ഇത് കഴിഞ്ഞിട്ട് ബാക്കി എന്തും ചെയ്യാം. അപ്പോൾ എല്ലാ ഈ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം നമ്മൾ ലൈവിൽ തന്നെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവരും വരിക. ഓൾ ദ ബെസ്റ്റ്.